നമ്മളെന്നും ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ അല്ലേ കാണാറ്. ഇനി നമുക്ക് ഗെറ്റ് അൺറെഡി വിത്ത് മീ കണ്ടാലോ? ഞാൻ പോയി വന്ന ഉടനെ തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫേസിലിട്ട് മേക്കപ്പും കാര്യങ്ങളൊക്കെ അങ്ങ് റിമൂവ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഏത് സ്കിന്നിലെ ആൾക്കാരാണെങ്കിലും എന്നും ബെറ്റർ ഡബിൾ ക്ലെൻസിങ് ചെയ്യുന്നതാണ് കേട്ടോ. അതിപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ ശരി, നോർമൽ സ്കിൻ ആണെങ്കിൽ ശരി, ഏത് സ്കിന്നാണെങ്കിലും ഡബിൾ ക്ലെൻസിങ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം വെച്ചാൽ നമ്മൾ ഫേസ് വാഷ് ഇട്ട് ഫേസ് കഴുകുമ്പോൾ നമ്മൾ എല്ലാ ഡേർട്ടും അങ്ങ് പോകണമെന്നില്ല. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ ഇത്. ഞാൻ ഫസ്റ്റ് മിസ്സി വാട്ടർ വെച്ചിട്ട് ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കും. എന്നുവെച്ചാൽ മേക്കപ്പൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യും. അതാകുമ്പോൾ നമുക്ക് ഫേസ് പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കാൻ പറ്റും. ഓയിൽ സ്കിൻ ആൾക്കാരാണെങ്കിൽ മിസ്ലി വാട്ടർ യൂസ് ചെയ്യാം. അല്ല നോർമൽ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓയിൽ വെച്ചിട്ട് ഡബിൾ ക്ലെൻസിങ് ചെയ്താൽ മതി കേട്ടോ. മിസ്ലി വാട്ടറൊക്കെ വെച്ച് ഫേസ് ക്ലെൻസ് ചെയ്താൽ കൂടി നമ്മൾ ഫേസ് വാഷ് ഇട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് അധികമാണ്. അങ്ങനെ ഞാൻ എൻ്റെ മേക്കപ്പൊക്കെ ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം ഫുള്ളൊന്ന് റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു കോട്ടൺ പാഡ് വെച്ചിട്ട് വീണ്ടും ഒന്ന് റിമൂവ് ചെയ്യും കേട്ടോ. എവിടെയെങ്കിലും നമുക്ക് വീണ്ടും മേക്കപ്പ് എങ്ങാനും ഉണ്ടെങ്കിലും എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ എനിക്ക് 3-4 പിമ്പിൾസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പീരിയഡ്സ് കഴിഞ്ഞാലും പീരിയഡ്സ് തുടങ്ങുന്നതിന് മുന്നേയും പിമ്പിൾസ് വന്നുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് എൻ്റെ സ്കിൻ ഓയിലിയും കൂടി ആയതുകൊണ്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ല. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ മൊത്തം അലർജിയായി നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ആകെ സങ്കടമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. കാരണം നമുക്ക് വേറെ എവിടെ എന്ത് വന്നാലും പ്രശ്നമില്ല, പക്ഷേ ഫേസിൽ വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടാകുക. കാരണം നമ്മുടെ കോൺഫിഡൻസ് ലെവൽ അങ്ങോട്ട് താഴോട്ട് പോകും കേട്ടോ. കാരണം നമ്മുടെ ഫേസൊക്കെ കാണുമ്പോൾ ആൾക്കാർ എന്ത് പറയും എന്നുള്ളൊരു ആലോചന ആയിരിക്കുമല്ലേ നമുക്ക്. അപ്പോൾ നമ്മളെക്കാളും ബുദ്ധിമുട്ട് നമ്മളെ കാണുന്ന ആൾക്കാർക്കായിരിക്കും കേട്ടോ. ഫേസൊക്കെ ചുളിച്ചിട്ടായിരിക്കും അവരുടെ സംസാരം വരിക. അയ്യോ ഇതെന്താ ഇങ്ങനെ, ഇതെന്താ അങ്ങനെ, ഫേസിലെന്താ മൊത്തം കുരുക്കളാണല്ലോ, പാടുകളാണല്ലോ, ഞാൻ ഒരു ഡോക്ടറെ പറഞ്ഞുതരാം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് സങ്കടമാവില്ലേ. അതേപോലെ തന്നെയാണ് കേട്ടോ എനിക്ക്. പിന്നെ എൻ്റെ കുറവുകൾ ഞാനൊരു കുറവായിട്ട് കാണാത്തോളം കാലം എനിക്കതൊരു പ്രശ്നമായിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു ബ്രഷ് ഉണ്ടല്ലോ, അടിപൊളി ബ്രഷാണ് കേട്ടോ. നമ്മുടെ ഹെയർ പെട്ടെന്നൊന്നും പൊട്ടിപ്പോകുകയൊന്നും ചെയ്യില്ല. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഡീറ്റാങ്കിൾ ചെയ്യാനൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ബ്രഷാണ് കേട്ടോ. പിന്നെ നിങ്ങൾ എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, മുടി എപ്പോഴും ചീകുമ്പം താഴേന്ന് ചീകി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി പെട്ടെന്ന് പൊട്ടിപ്പോകുന്നില്ല കേട്ടോ. അതേപോലെ തന്നെ ഈ റിവേഴ്സ് മെത്തേഡും കൂടി ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനോ അതേപോലെ തന്നെ ഹെയർ ഫോളൊക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞാൻ എന്നും ചെയ്യുന്നൊരു കാര്യമാണ്, വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു ബൺ അവിടെ കെട്ടി വെക്കും കേട്ടോ. കാരണം വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്നും കംഫർട്ടബിൾ ഒരു ഹൈ ബൺ കെട്ടി വെക്കുകയാണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് അധികം പ്രശ്നമില്ല. അങ്ങനെ ഞാൻ എൻ്റെ മുടിയൊക്കെ ചീകി കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.